Good afternoon, Miss. Good afternoon. മക്കളെ ഭക്ഷണമൊക്കെ കഴിച്ചോ? യെസ്. ക്ലാസ്സിലാന്ന് പറ. ഭക്ഷണം കഴിച്ചോ മക്കളെ? കഴിച്ചു. നല്ല മക്കളാണല്ലേ? Good afternoon. Good afternoon, Miss. Good afternoon. എന്ത് പറയുന്നു എല്ലാവരും? സുഖായിരിക്കുന്നോ എന്റെ മക്കള്? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖാണല്ലേ? സേഫ് ആയിട്ടിരിക്കുന്നുണ്ടോ വീട്ടില്? പുറത്തൊന്നും ഇറങ്ങാതിരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടല്ലേ? എന്താണ്? മിസ് സുഖായിട്ടിരിക്കുന്ന. ആ മിസ്സിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഫുഡ് കഴിച്ചില്ലേ സാറാ? നോ മിസ് കഴിച്ചില്ല. എന്തു പറ്റി? റെഡിയാക്കി തന്നില്ലേ അമ്മ? തന്നു, കഴിക്കാനായില്ല. ഓ അതെയോ? അയ്യോ കഷ്ടമായിപ്പോയല്ലോടാ. വിശന്നിരിക്കാണോ? സാരില്ല അല്ലേ? കുറച്ചു പേര് കഴിച്ചു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും നല്ല മക്കളാണോ? മിസ് എല്ലാ മിസ്സിനോട് ചോദിക്കേണ്ടി വരുമോ? എന്റെ മക്കള് മോശമാണോ നല്ലതാണോ? യെസ്. യെസ് ഉറപ്പാണ്. എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാറുണ്ടോ? യെസ്. ഇതുവരെ ഒരാള് ലീവ് എടുത്തിട്ടില്ല? നോ. ഉറപ്പാണ് അല്ലേ? കഴിഞ്ഞ വർഷം ലീവ് എടുത്തായിരുന്നു മിസ്സേ. എന്തു പറ്റി? അപ്പൊ എല്ലാ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ആഫ്റ്റർനൂൺ കൃത്യമായി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. കൂടെ ഏതെങ്കിലും മിസ്സുമാരെ എന്ത് ഹോംവർക്ക് എന്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്ത് അയക്കണം കേട്ടോ. ആ ഹോംവർക്ക് തന്നിനാ? തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം എന്നാ പറഞ്ഞ മിസ്. കൃത്യമായി ചെയ്യണം. 5 എഴുതാൻ വേണ്ടിട്ട്. ആ 5 എഴുതാൻ. ഓക്കെ. എബിൻ എവിടെ പോയി? എബിൻ ബിജു. അപ്പൊ എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞു അല്ലേ? എല്ലാവർക്കും സുഖാണ്. അതുപോലെ എല്ലാ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. ഹോംവർക്ക് ഒക്കെ ചെയ്ത് അയക്കണേ. മിസ്സിനെ കൂടെ കൂടെ വിളിക്കണ്ടല്ലോ. ആ കൃത്യമായി ചെയ്ത് അയക്കണം. പഠിക്കുകയും വേണം. അന്നന്ന് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കേട്ടല്ലോ? ഓക്കേ മിസ്. ആ നമുക്ക് എന്തായാലും 5ാം ക്ലാസ്സുകാർക്ക് ഇപ്രാവശ്യം ഒരു ട്രോഫിയാണ്. നമുക്ക് നോക്കാം. നല്ലൊരു ട്രോഫിയുണ്ട് സാർ ഇവിടെ കൊണ്ടുവച്ചിട്ട്. നമുക്കത് വാങ്ങണം. ഏറ്റവും നല്ല ക്ലാസ്സിലുള്ള ട്രോഫി ഉണ്ട് സാർ ഇവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിസ്സിന്റെ കൂടെ നിങ്ങൾ ശ്രമിക്കണം അത് കിട്ടാൻ വേണ്ടി. എങ്ങനെയാണ് കിട്ടുക? എല്ലാ ക്ലാസ്സും ആബ്സെന്റ് ഇല്ലാതെ അറ്റൻഡ് ചെയ്യണം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. അതുപോലെ ഹോംവർക്ക് ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹോംവർക്ക് അയക്കുന്ന ക്ലാസ് ഏതാണെന്ന് സാർ ചോദിക്കുമ്പോൾ നമ്മുടെ 5th ക്ലാസ് ആണെന്നുള്ള വിവരം കൊടുക്കാനുള്ള ഉറപ്പ് മിസ്സിന് കിട്ടണം. 5th ക്ലാസ് ആണ് എല്ലാ ക്ലാസ്സിനേക്കാളും ബെറ്റർ എന്ന് നിങ്ങൾ പറയിപ്പിക്കണം. ഓക്കെ? എന്താ എടുക്കൂലേ? അതിന് ഇത്രയും കാര്യങ്ങളാ ചെയ്യേണ്ടത്. ഒന്ന് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക.
2 ഏതെങ്കിലും അർജന്റ് കാര്യങ്ങളിൽ ആബ്സെന്റ് ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ ആ മിസ്സിനെ വിളിച്ച് ലീവ് പറയാ. 3 തരുന്ന ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുക. 4 പഠിപ്പിക്കുന്ന കാര്യങ്ങള് അതാത് സമയത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, 4 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ കേട്ടോ. ഹിന്ദിയിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ഫസ്റ്റ് ലെസൺ ഏതാണ് ഹിന്ദിയിലെ? ഫസ്റ്റ് ചാപ്റ്റർ പ്യാരാ ഭാരതവർഷ ഹമാര. നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു അല്ലേ പാഠം? എടുത്തിട്ടുണ്ടല്ലേ. എന്താണ് പാഠത്തിന്റെ പേര്? പ്യാരാ ഭാരതവർഷ ഹമാര. എന്താ പ്യാരാ ഭാരതവർഷ ഹമാര എന്ന് പറഞ്ഞാല്? നമ്മുടെ ഇഷ്ടപ്പെട്ട ആര്? ഇന്ത്യ. സെബാ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Miss. Okay. Depriya, good afternoon. Good afternoon. Okay. ഇപ്പൊ മിസ് ആ ലെസൺ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു അല്ലേ? ഫുൾ എടുത്തെന്നില്ലേ? ഒന്നുകൂടി പറയണമെന്നോ സിനാൻ? അങ്ങനെ ഒരു തവണ കൂടി പറയണമെന്നോ പറഞ്ഞിരുന്നു അല്ലെ സിനാന്? ക്ലിയർ ആയിട്ടില്ല? മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. प्रस्तुत कविता में भारत के प्राकृतिक सौंदर्य तथा देश की महिमा का वर्णन करते हुए देश प्रेम का भाव जागृत किया गया है. ഈ കവിതയിലൂടെ നമ്മുടെ ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യം അതുപോലെ തന്നെ രാജ്യത്തിന്റെ മഹിമ, രാജ്യത്തിനുള്ള സ്നേഹം, ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നത്. ഓക്കെ, കവിതക്ക് ഉദ്ദേശം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കവിത കൊടുത്തതിന് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ ലക്ഷ്യം? കവിതക്ക ബോധ കർവാന. ഒന്ന്, കവിത എങ്ങനെയാണ് കവിത എന്നുള്ളതിനെ കുറിച്ച് ബോധവാന്മാരാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സംവിൽ വീഡിയോ ഓഫ് ചെയ്യണ്ട. പ്രകൃതി പ്രേം തഥാ ദേശപ്രേം കാ ഭാവ ജാഗ്രത കർണ. എല്ലാ കുട്ടികൾക്കും പ്രകൃതിയോടും രാജ്യത്തോടുമുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ കവിതയിലൂടെയുള്ള ലക്ഷ്യം. അപ്പൊ നിങ്ങള് ഈ കവിത കേട്ട ഉടനെ നിങ്ങൾക്ക് പ്രകൃതിയോടും രാജ്യത്തിനോടും ഒക്കെ സ്നേഹം ഉണ്ടായിരിക്കണം. ഓക്കെ. പ്യാരാ ഭാരത വർഷ ഹമാര ഹംകോ ഹേ പ്രാണോം സേ പ്യാരാ. നമ്മുടെ ഭാരതവർഷം, നമ്മുടെ ഭാരതത്തെ, ഇന്ത്യയെ നമ്മുടെ പ്രാണനേക്കാളും സ്നേഹിക്കുന്നു, നമ്മുടെ ജീവനേക്കാളും സ്നേഹിക്കുന്ന ഒന്നാണ് അല്ലേ? ആണല്ലോ. यहाँ हिमालय घड़ा रहा हुआ है, रक्षक बनकर हम सबका, बहती है जिसकी चोटी से गंगा मान की निर्मल धारा. പിന്നെന്താണ്? നമ്മുടെ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു രക്ഷകൻ, കാവൽക്കാരനുണ്ട്. അതിന്റെ പേരാണ് ഹിമാലയ പർവ്വതം. അത് നമ്മളെ രക്ഷകനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, ഗംഗാ നദി, പുണ്യനദി, ഗംഗാ നദി. കേട്ടല്ലോ? നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട്? നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഹിമാലയ പർവ്വതമുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുണ്യനദിയുണ്ട്. അതിന്റെ പേരാണ് ഗംഗ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ ഇതുവരെ? സിനാൻ? ഹിമഗിരി കെ ശിഖരോം സേ ബഹത്തെ. എല്ലാ നദികളും ഹിമഗിരി കെ ശിഖരോം സേ, ഓരോ കൊടുമുടിയുടെ അങ്ങേ തലയ്ക്കുന്നാണ് ഉത്ഭവിക്കുന്നത്. കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഓരോ നദിയും ഉത്ഭവിക്കുന്നത്. എന്നാൽ തുടങ്ങുന്നത്. കളകള കർത്തേ സുന്ദർ ജന്മേ. അങ്ങനെയാണ് ഈ നദികളെ കളകളാരവം മുഴക്കിക്കൊണ്ട്, നദി ഇങ്ങനെ ഒഴുകുന്ന സൗണ്ടാണ് കളകളാരവം എന്ന് പറയും. നമ്മള് കളകളാ ശബ്ദം ഒഴുകിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ഒഴുകുന്നത്.
झरनों की मीठी बोली सा लगता सबके मन को प्यारा. ആ അരുവികളുടെ അല്ലെങ്കിൽ ആ കളകളാരവം ഒഴുക്കുന്ന നദികളുടെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കുളിർമയുണ്ടാവും, മനസ്സ് ശാന്ത, നല്ല മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കേട്ടല്ലോ? നല്ല ഒഴുകുന്ന പുഴയൊക്കെ നമുക്ക് ഇഷ്ടല്ലേ? ഇല്ലേ? അതെ. ആ, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഒഴുകുന്ന പുഴയൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ठंडी मीठी हवा जो डोले वन में काली कोयल बोले. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി ഭംഗിയിലെ, അത് പ്രകൃതിയിൽ കാണുവാൻ സാധിക്കുന്നത് എന്താണ്? ഠണ്ഡി മീട്ടി ഹവാ ജോ ഡോലെ, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കൂടാതെ വനമേ, വനമേ മീൻസ് ഫോറസ്റ്റിലെ, കോയൽ ബോലെ, കുയില്, കുയിൽ എന്താവുന്നുണ്ട്? കരയുന്നുണ്ട്. കുയിലിന്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അല്ലേ? കുയിലിന്റെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ? നല്ല പാട്ടല്ലേ? നിങ്ങൾ പാടുന്നത് പോലെ പാടുക. നിങ്ങളെ പാട്ട് ആർക്ക് കേൾക്കണ്ടല്ലേ? ആ, നല്ല രീതിയിൽ പാടും കുയില്. നിങ്ങളെ പാട്ടൊന്നല്ല, നിങ്ങളെ പാട്ട് കേട്ടെങ്കിൽ അടുത്തുള്ള പശുവും ആടും എല്ലാം കയർ പിടിച്ച് ഓടും അല്ലേ? ഓടൂലേ? അപ്പൊ നിങ്ങൾ പാടാൻ നിൽക്കണ്ട. കുയിലിന്റെ നാദം, കുയിലിന്റെ പാട്ട് എന്താണ്? നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കുയില് പാടുമ്പോ അതിനനുസരിച്ച് പാടും. അപ്പൊ എന്താ ചെയ്യാ കുയില്? സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുയില് കൂവുന്നത് പോലെ കൂകി നോക്കിയേ അതിന് പകരമായിട്ട്. അപ്പൊ കുയില് പിണങ്ങി പോവും ദേഷ്യം വന്നിട്ട്. എന്നെക്കാട്ടും വലിയ പാട്ടുകാരൻ വെച്ചിട്ട് ദേഷ്യം വന്നിട്ട് പിണങ്ങി പോവും. അതാണ് കുറച്ചു നേരം നിങ്ങള് കുയില് കൂകുമ്പോ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നത് കുയില്. പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ? വീടിന്റെ പുറത്തുനിന്ന് കുയിൽ നാദം കേൾക്കാറുണ്ടോ? അപ്പൊ പുഷ്പഗന്ധ സേ ഹവാ ഭീ മഹകെ ബഹ്തി മീട്ടി സുഗന്ധധാര. പിന്നെ വേറെന്തുണ്ട്? പൂക്കള്, ചെടികളിലൊക്കെ പൂക്കള് വിരിഞ്ഞിട്ട് അതിന്റെ നല്ല മണം. പൂക്കളുടെ മണം എല്ലാവർക്കും ഇഷ്ടല്ലേ? ആഹാ, റോസാപ്പൂവിന്റെ എല്ലാം മണം എന്താണല്ലേ? ആ, നമുക്ക് ഏത് പൂക്കളും കാണുമ്പോൾ ഒന്ന് മണത്ത് നോക്കാൻ തോന്നും. ആ പൂക്കളുടെ ഒക്കെ മണം അവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. യഹി ഹുയേ തേ രാഘവ സീത ഗൂഞ്ചി യഹീം പർ പാവന ഗീത. ഇവിടെയായിരുന്നു ഈ ഭാരതം അല്ലെ? ഈ ഇന്ത്യയിലായിരുന്നു എന്ത്? രാഘവ സീത, രാഘവനും സീതയും ഉണ്ടായിരുന്നു. രാഘവൻ മീൻസ് ശ്രീരാമൻ, സീതയും ഉണ്ടായിരുന്നത് ഈ ഭൂമിയിൽ തന്നെയായിരുന്നു. ഗൂംജി യഹീം പർ പാവന ഗീത. ഗീത പറഞ്ഞാൽ, പാവന ഗീത പറഞ്ഞാൽ ഇത് ഭഗവത്ഗീത. ഭഗവത്ഗീത ഹിന്ദുക്കളുടെ പുരാണ ഗ്രന്ഥമായ ഭഗവത്ഗീത. അപ്പൊ ഇവിടെ തന്നെയാണ് എന്തുണ്ടായിരുന്നത്? ഭഗവത്ഗീത ഉണ്ടായിരുന്നത്. മുരളീധർ സേ ധന്യ ഹുവായഹാം. മുരളീധർ എന്ന് പറഞ്ഞാല് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നത് ഇവിടെ തന്നെയായിരുന്നു. യമുനാ ജൽ ഔർ ശ്യാമ കിനാര. എവിടെ ഉണ്ടായിരുന്നത്? യമുനാ നദിയുടെ തീരത്ത്. യമുനാ നദിയുടെ തീരത്ത് ആരുണ്ടാകാറുണ്ട് മുമ്പേ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ അറിയാ? കേട്ടിട്ടുണ്ടാ? ആ, അടുത്ത വീട്ടിലാ? അടുത്ത വീട്ടില് കൃഷ്ണനെ അറിയില്ലേ? ആഹാ. അതെ, എന്ത് അദ്വൈതേ? കണ്ണൊക്കെ തിരുമ്പുന്ന കരയാണോ? ശ്രീകൃഷ്ണനെ കാണാൻ തോന്നുന്നുണ്ടാ? അദ്വൈതിന് കുറച്ച് ദൂരല്ലേ, കുറച്ചങ്ങോട്ട് പോയാൽ കാണാൻ പറ്റില്ലേ? മീൻകുളം അല്ലേ? അദ്വൈതിന്റെ വീടിന്റെ അടുത്തല്ലേ? ആ, ഇപ്പൊ പോകാൻ പറ്റുന്നില്ല അല്ലെ? കൊറോണ ആയതുകൊണ്ട്. ആ, ഇപ്പൊ പുറത്തിറങ്ങണ്ട. തന്മൻ ധൻ സേ ഭി പ്രിയ ലഗ്താ ഹംകോ അപ്നാ ദേശ് യഹ് ന്യാരാ. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെ സ്നേഹിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യയെ. ല്ലേ? മാൻ ബഠായേം ഹം സബ് ഇസ്കാ
ചംകേ ഇസ്കാ ഭാഗ്യ സിതാര. നമ്മളെ അഭിമാനിക്കണം. എന്തിനാ അഭിമാനിക്കുന്നത്? നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ, നമ്മൾ ഇന്ത്യയിലാണ് അല്ലെ, അതിനെ അഭിമാനിക്കണം. പിന്നെയോ നമ്മളിതിലെ ഭാഗ്യ സിതാര, നമ്മൾ അതിലെ ഭാഗ്യ നക്ഷത്രങ്ങളാണ്. നമ്മൾ അവിടെ ജീവിക്കുന്ന ഭാഗ്യ നക്ഷത്രങ്ങളാണ്. നമ്മൾ എവിടെ ജീവിക്കുന്നത്? ഇന്ത്യയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കണം അല്ലെ, പ്രകൃതിയെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ സ്നേഹിക്കണം എന്നാണ് ഈ കവിതയിലൂടെ പറഞ്ഞത്. കാജൽ, why are you late? കാജൽ, കാജൽ എന്നല്ലേ മോളെ പേര്? അപ്പൊ ഫസ്റ്റ് ലെസൺ ആണ് നമ്മൾ ഇപ്പൊ എടുത്തത് അല്ലേ? ഫസ്റ്റ് ലെസൺ. അതിലെ നെക്സ്റ്റ് പേജ് എടുത്തോളൂ. നെക്സ്റ്റ് പേജ് മിസ് പറഞ്ഞ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പേജ് എടുക്കാം. നിങ്ങൾക്ക് 2 നോട്ട്ബുക്ക് ഇല്ലേ ഹിന്ദിക്ക്? അല്ല, കോപ്പി റൈറ്റിംഗ് ബുക്കായിട്ടാണോ ഉള്ളത്? നോട്ട്ബുക്ക് ആണോ? എന്താണ് തന്നിരിക്കുന്നത്? 2 ലൈൻ കോപ്പി ആണോ? ഒരു നോട്ട്ബുക്കേ ഉള്ളൂ? 2 ലൈൻ കോപ്പി. 2 ലൈൻ കോപ്പി ഉണ്ട്. ഹിന്ദിക്ക് തന്നിട്ടില്ലേ? Yes. ആ, അപ്പൊ മിസ് പറയാൻ 2 ലൈൻ കോപ്പിയിൽ എഴുതേണ്ട കാര്യം മിസ് ഏതാന്ന് പറയും, ഇന്ന് പറയും. അതിനു മുന്നേ നമുക്ക് അതായത് 1 ലൈൻ ഒരു സാധാരണ നോട്ട്ബുക്ക് ഇല്ലേ? സിംഗിൾ ലൈൻ. സിംഗിൾ ലൈൻ. അതെ, നോട്ട്ബുക്ക് ഉണ്ടല്ലോ, 200 പേജ് നോട്ട്ബുക്ക് ഉണ്ടല്ലോ. ആ, യെസ്. അതില് പാഠഭാഗത്തിന്റെ പേര് ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ പാഠഭാഗത്തിന്റെ പേര് എഴുതുക. മിസ് പറഞ്ഞ വേർഡ് മീനിങ് എഴുതുക. വേർഡ് മീനിങ്, ശബ്ദാർത്ഥം. നെക്സ്റ്റ് പേജിൽ 6, പേജ് നമ്പർ 6. ശബ്ദാർത്ഥം, വേർഡ് മീനിങ്. രക്ഷക്, അത് കുറെ എണ്ണുണ്ട് മീനിങ് കണ്ടോ. രക്ഷക്, പഹരേദാർ, രക്ഷാ കർണേവാല. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് മാത്രം നോട്ടിലേക്ക് എടുത്ത് എഴുതുക. ഹിന്ദി, അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ മോനെ. മിസ്സിനോട് ചോദിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? തല്ല് കിട്ടിയ അമ്മയുടെ കയ്യിൽ നിന്ന്? അദ്വൈതം തല്ല് കിട്ടിയാ? എടാ ഇങ്ങോട്ട് നോക്കടാ അദ്വൈതേ, തല്ല് കിട്ടിയായിരുന്നോ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന്? പിന്നെന്താ ഇങ്ങനെ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കുന്നേ? അമ്മ വഴക്ക് പറയുന്നുണ്ടാ? പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. വഴക്ക് പറയുന്നുണ്ടാ? ഇല്ല. അപ്പൊ നോക്കുക, സിംഗിൾ ലൈൻ നോട്ട്ബുക്കിലെ പാഠത്തിന്റെ പേര് എഴുതുക. വേർഡ് മീനിങ്, ശബ്ദാർത്ഥം, വേർഡ് മീനിങ് എഴുതുക. വേർഡ് മീനിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കാൻ ഇടവരുത്തത്. മിസ് പറയുന്നതിന് ശ്രദ്ധിച്ചിരുന്നോ? രക്ഷക്, ഫസ്റ്റ് വേർഡ് രക്ഷക്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് കണ്ടോ? പ്രൊട്ടക്ടർ. ആ ഇംഗ്ലീഷ് മീനിങ് മാത്രം എടുത്ത് എഴുതുക. രക്ഷക്, പ്രൊട്ടക്ടർ. എല്ലാം കൂടി എഴുതൽ നടക്കൂല. ഇപ്പൊ ഇല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത ഞാൻ പറയുന്നപ്പോ എഴുതി അയച്ചാൽ മതി. കാജൽ എന്തോ എന്നോട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മിസ്സിന് കേൾക്കുന്നില്ലടാ. കാജൽ പറഞ്ഞൊന്നും മിസ്സിന് കേൾക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് മിസ് ഒന്നും മിണ്ടാത്തെ. അങ്ങനെ എല്ലാ മീനിങ്ങും അതുപോലെ എഴുതി വെക്കുക. ഹിന്ദി എഴുതേണ്ട, പകരം എന്തെഴുതണം? ഹിന്ദി വേർഡ് എഴുതുക, അതിന്റെ മീനിങ് ഇംഗ്ലീഷ് എഴുതാം. ടെക്സ്റ്റ് നോക്കി പഠിക്കുമ്പോ എല്ലാം പഠിക്കണം. ഓക്കെ. രക്ഷക്, പ്രൊട്ടക്ടർ. ചോട്ടി, പീക്ക്. നിർമ്മൽ, ക്ലീൻ. ഹിമഗിരി, ഹിമാലയ. വൻ, ഫോറസ്റ്റ്. മഹദേ, സ്പ്രെഡ് ദ സ്മെൽ. രാഘവ്, ലോർഡ് രാമ. പാവൻ, ഡിവൈൻ. ഗീത, ദി റിലീജിയസ് ബുക്ക്.
മുരളീധർ, ലോർഡ് കൃഷ്ണ, ഭാഗ്യ, ലക്ക്. ഇങ്ങനെ എഴുതണം. കേട്ടല്ലോ? എന്താണ്? ദേവാന്തിനെ പറഞ്ഞോ? വേണം, മിസ് പറയും. 2 ലൈനിൽ എഴുതേണ്ട കാര്യം മിസ്സിന് പറയാൻ പോവാണ്. അന്ന് തൊട്ട് താഴെ ഇതേ സിംഗിൾ ലൈനിൽ തൊട്ട് താഴെ സമാനാർത്ഥി ശബ്ദം കൂടി എഴുതി വെക്കുക. സമാനാർത്ഥി ശബ്ദ ഇതൊക്കെ പഠിക്കേണ്ടതാണ്, എക്സാമിന് വരും. സമാനാർത്ഥി ശബ്ദ. രക്ഷക്, സന്ദരി, പഹരേദാർ. ആ പറഞ്ഞോ? ലൈനിൽ എഴുതേണ്ടത് ഞാൻ മിസ് പറയാം. ഇപ്പൊ സിംഗിൾ ലൈനിൽ എഴുതേണ്ട കാര്യമേ മിസ് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം സിംഗിൾ ലൈനിൽ എഴുതേണ്ട കാര്യങ്ങൾ പറയട്ടെ. ഓക്കെ, അപ്പൊ സിംഗിൾ ലൈനിൽ വേർഡ് മീനിങ് എഴുതുക. തൊട്ട് താഴെയുള്ള ബോക്സിലുള്ള സമാനാർത്ഥി ശബ്ദം കൂടി സിംഗിൾ ലൈനിൽ എഴുതി വെക്കുമല്ലോ. അത്രയും ക്ലിയർ ആയില്ലേ? സിംഗിൾ ലൈനിൽ എഴുതേണ്ട കാര്യം മനസ്സിലായോ? വേർഡ് മീനിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മാത്രം മീനിങ് മാത്രം എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് തൊട്ട് താഴെ കണ്ടോ നിങ്ങൾ? ഡിക്റ്റേഷൻ, ശ്രുതലേഖ, ഡിക്റ്റേഷൻ കണ്ടോ? അതിൽ കുറച്ച് വാക്കുകൾ കണ്ടല്ലോ. ഭാരതവർഷ്, ഹിമാലയ്, രക്ഷക്, നിർമ്മൽ, ഹിമഗിരി, ഭൂംജി, ശ്യാം, ഭാഗ്യ. ഇത്രയും വാക്കുകൾ എഴുതി പഠിക്കാനാണ്. അപ്പൊ ഇതിൽ നിന്ന് 3 വാക്കുകള്, 3 വേർഡ്സ്. ഒന്നും കൂടെ പറയോ? ശ്രുതലേഖ, ഡിക്റ്റേഷൻ. അതിലെ ആദ്യത്തെ 3 വാക്കുകള് 2 ലൈൻ കോപ്പിയിൽ എഴുതി വെക്കുക. ഫാത്തിമ, മെഹഫൂസ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? അവിടുന്ന് കളിക്കല്ലേ? ഭാരതവർഷ്, ഹിമാലയ്, രക്ഷക്. ഈ 3 വാക്കുകള് നിങ്ങളുടെ 2 ലൈൻ കോപ്പിയിൽ ഒരു പേജ് എഴുതുക. ഒരു വരിയില് 3 എണ്ണം. ഓക്കെ, 3 വേർഡ്സ് ഏതൊക്കെ? ഭാരതവർഷ്, ഹിമാലയ്, രക്ഷക്. ഇത് 3 ആവോ നോക്ക്. ആവുന്നില്ലെങ്കിൽ 2 എണ്ണം എഴുതിയാലും മതി. നിങ്ങളെ ബുദ്ധിമുട്ടണ്ട, ഇനി കുത്തി നിറക്കണ്ട. പിന്നെ 2 ലൈൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെ നിങ്ങൾ കളിക്കുന്നതിനിടയിൽ വന്നിട്ട് അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിനിടയിൽ വന്നിട്ട് വേഗം മിസ് പറഞ്ഞ 2 ലൈൻ അങ്ങനെ എഴുതി വെക്കണ്ട. 2 ലൈൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 2 ലൈൻ വെറുതെ അല്ല കൊടുത്തിരിക്കുന്നത്. അതിലെ ഓരോ അക്ഷരങ്ങളും നീറ്റ് ആയിട്ട് 2 വരെയും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം അക്ഷരങ്ങൾ എഴുതേണ്ടത്. കേട്ടല്ലോ? 2 ലൈൻ വെറുതെ അല്ല കൊടുത്തിരിക്കുന്നത്. 2 ലൈനിന്റെ ഉള്ളിലെ ഹിന്ദിയിലെ അക്ഷരങ്ങള് 2 വരയ്ക്കും ടച്ച് ചെയ്യുന്ന രീതിയിൽ. അതിൽ താഴോട്ട് പറയുന്ന കേൾക്ക്. താഴോട്ട് ചിലപ്പോ വരാം, മുകളിലോട്ട് ഉള്ള വരകളും കുത്തുകളും ഒക്കെ മുകളിലോട്ട് പോകാം. അപ്പൊ അതിനുള്ളിൽ വരുന്ന രീതിയിൽ ബാക്കിയുള്ളവ അക്ഷരങ്ങൾ എഴുതുന്ന രീതിയിലായിരിക്കണം ആ 3 വാക്കുകൾ. അല്ലെങ്കിൽ 2 എണ്ണം എഴുതിയാലും മതി. ഭാരതവർഷ്, ഹിമാലയ്. ഒരു പേജ് എഴുതുക. ഇന്ന് തന്നെ ഡേറ്റ് ഇട്ടിട്ട് എഴുതിക്കോ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ മിസ്സിന് ഗ്രൂപ്പിൽ തന്നെ അയച്ചു തരണം. കോപ്പി റൈറ്റിംഗ് കേട്ടോ, ഹിന്ദിയില് എല്ലാവരും അയച്ചു തരണം. കേട്ടല്ലോ? ഇനി കുറച്ച് പേര് മാത്രം അയച്ചേക്കരുത്. ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. അതായത് പേഴ്സണലായിട്ട് ഒരാളും അയക്കണ്ട. എക്സാം വെക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആൻസർ ഷീറ്റ് പേഴ്സണലായിട്ട് അയച്ചു തരുള്ളൂ. ബാക്കി എല്ലാവരും എഴുതിയത് അയച്ചിരുന്നത് ഗ്രൂപ്പിലായിരിക്കണം. കാരണം ചിലപ്പോ ആയുധേവ് അയക്കുമ്പോഴായിരിക്കും ആഷിനോ അല്ലെങ്കിൽ ശ്രീദേവിനോ അല്ലെങ്കിൽ സൂര്യദേവിനോ ഓർമ്മ ഉണ്ടാവുക. ഹിന്ദി മിസ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആയുധേവ് അയച്ചിട്ടുണ്ട്, അപ്പൊ എനിക്കും എഴുതാലോ എന്ന് വെച്ചിട്ട് എഴുതും. മറന്നു പോകുന്നുള്ളവർക്ക് ഒരു ഓർമ്മയായിരിക്കും അത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്
കൃത്യമായി ഗ്രൂപ്പിലേക്ക് അയച്ചിടുക. കേട്ടോ? പിന്നെ വേറൊന്നും ഞാൻ അന്ന് ജൂൺ 5-ന് എന്താണ് ചോദിച്ച കാര്യം ഒന്നും കൂടി തെളിച്ച് പറയാമോ? ഷെഫി എന്താ പറഞ്ഞൊന്ന് പറഞ്ഞേ. എല്ലാരും കൂടി ചോദിക്കുമ്പോ പ്രശ്നം. ഷെഫി പറഞ്ഞേ. ടെക്സ്റ്റ് ബുക്ക് മാത്രമേ സ്കൂളിൽ നിന്ന് വാങ്ങിയുള്ളൂ. നോട്ട്ബുക്ക് പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് 2 ലൈൻ കോപ്പി ഇല്ല. ദേവപ്രിയ 2 ലൈൻ കോപ്പി മാത്രമേ കിട്ടിയുള്ളൂ. 2 ലൈൻ മാത്രം കിട്ടിയവര് ഒരു നോട്ട്ബുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുമോ? സിംഗിൾ ലൈൻ. അതുപോലെ സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് വാങ്ങിയവര് ഒരു 2 ലൈൻ കോപ്പി പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുമോ? പേരന്റിനോട് പറയാമോ? ഒന്ന് നോക്കട്ടോ. അടുത്ത ആള് പറഞ്ഞോ. മിസ് വേർഡ് മീനിങ്ങിന് തൊട്ട് താഴത്തെ ഒരു ഇതില്ലേ? സമാനാർത്ഥി ശബ്ദ അതും നോട്ട് സിംഗിൾ ലൈനിൽ എഴുതണം. മിസ് നേരത്തെ അത് പറഞ്ഞു. ഏറ്റവും മുകളിലുള്ള ബോക്സിലുള്ളതെല്ലാം സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ എഴുതണം. മീനിങ് എഴുതുമ്പോ ഹിന്ദി എഴുതി അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതിയാൽ മതി. പക്ഷെ ടെക്സ്റ്റിലുള്ളത് ഹിന്ദിയും ഉണ്ട്, മീനിങ് ഉണ്ട്. അത് നിങ്ങൾ പിന്നീട് ടെക്സ്റ്റ് നോക്കി പഠിച്ചോ. പിന്നെ അതുപോലെ പറഞ്ഞോ. ആഷിനെ ഉറക്കെ ചോദിച്ച എന്താ ക്ലിയർ ആവുന്നില്ല. ആഷിനെ ഒന്നും ക്ലിയർ ആയിട്ടില്ല. കോപ്പി എഴുതേണ്ടത് ഒരു പേജിൽ മൊത്തം എഴുതണമെന്ന്. അത് ഡിക്റ്റേഷന് പഠിക്കാനും കൂടിയാണ്. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഞാനൊരു കേട്ട് എഴുതി വെക്കും, ഡിക്റ്റേഷൻ വെക്കും. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ എഴുതിപ്പിക്കും. ഭാരതവർഷ് ഹിമാലയ് അത് രണ്ടും അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല മോനെ. ഒരു തവണ എഴുതിയിട്ട് കാര്യമില്ല. ആ 2 വാക്കുകൾ ഒരു പേജ് എഴുത്. അത് ഡിക്റ്റേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ളത് കൊണ്ടാണ് ഒരു പേജ് എഴുതാൻ പറഞ്ഞത്. അതിനിടയിൽ കുറെ ദിവസം കിട്ടൂലേ? ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഹിന്ദി ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഹിന്ദി ഉള്ളൂ. ഇന്ന് ആ 2 എഴുതുക. നാളെ അടുത്ത പേജില് രക്ഷക് നിർമ്മൽ എഴുതുക. 3-ാമത്തെ ദിവസം ഹിമഗിരി ഗൂംജി എഴുതുക. 4-ാമത്തെ ദിവസം ശ്യാം ഭാഗ്യ എഴുതുക. 2 ദിവസം നിങ്ങൾക്ക് ഫ്രീ തരുന്നു. 2 ദിവസം മിസ് നിങ്ങൾക്ക് ഫ്രീ തരുന്നു. കേട്ടില്ലായിരുന്നു. ഒന്നുകൂടി പറയാം. ഈ 2 വാക്കുകള് ഡിക്റ്റേഷനിൽ വരുന്ന ഈ 2 വേർഡ്സ് രണ്ടെണ്ണം വെച്ചിട്ട് ഓരോ പേജ് ഓരോ ദിവസവും എഴുതണം. ഒന്ന് ഇന്ന് എഴുതുക, അടുത്ത 2 വാക്കുകള് അടുത്ത ദിവസം എഴുതുക. അങ്ങനെ എഴുതി വെക്കുക. 2 വെച്ച് എഴുതിക്കോ. എന്നിട്ട് ഓരോ ദിവസവും അന്നേരം തന്നെ അയക്കണം. അന്ന് തന്നെ അയക്കണം. ഇന്നത്തെ 2 വാക്കുകള് 2 ലൈൻ കോപ്പിയിൽ എഴുതിയത് മിസ്സിന് അയച്ചിരുക, ഗ്രൂപ്പിൽ അയച്ചിരുക. അടുത്ത നാളെ എഴുതുന്ന 2 നാളെ അയച്ചിരുക. അങ്ങനെ ആവില്ല. എല്ലാം കൂടി ഒരു ദിവസം എഴുതൽ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങള് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ആ എല്ലാ വാക്കുകളും ഡിക്റ്റേഷന് വേണ്ടി റെഡി ആയിട്ട് തന്നെ വരിക. അപ്പൊ ഒരു പേജ് ഫുൾ എഴുതുമ്പോ പഠിച്ചിരിക്കും വാക്കുകൾ. ഓക്കെ, ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഒരു പേജിൽ 2 വാക്കുകള്. ആ 2 വാക്കുകൾ ഒരു പേജ് മുഴുവനും എഴുതുക. പറഞ്ഞോ. ഇന്ന് തുടങ്ങണം. ഇന്ന് തുടങ്ങിയാൽ 2 ദിവസം നിങ്ങൾക്ക് ലീവ് വരും കേട്ടാ. ഇന്ന് തന്നെ തുടങ്ങിക്കോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ.
ഇന്ന് രാത്രി തന്നെ ആദ്യത്തെ 2 വാക്കുകള് ഒരു പേജ് ഫുൾ എഴുതിയ. പറടാ ഷെഫി, ആരാണ്? കോപ്പി ഇല്ലാത്തോണ്ട് ഓൺലൈൻ ബുക്കിൽ എഴുതിയാ മതിയോ? മോൾക്ക് ഇല്ലാത്തത് കൊണ്ടാ? ആ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ എഴുതിക്കോ കേട്ടോ, എനിക്ക് സമാധാനത്തിന് വേണ്ടിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എത്ര മണിക്കുണ്ട് ഹിന്ദിയുടെ? 2:30 ഉണ്ട് അല്ലേ? അപ്പോഴേക്കും ചോറുണ്ണാത്ത മക്കളെ എല്ലാവരും ചോറുണ്ട് വയർ നിറച്ച് നല്ല മക്കളായിട്ട് 2:30 വരിക. അതുമല്ല, ചോറുണ്ട് കഴിഞ്ഞിട്ട് ഉറങ്ങാനൊന്നും പോണ്ട, ഒരു തവണ ഒന്നത് വായിച്ചു നോക്കുക കവിത കേട്ടോ. ആ കവിത ഇപ്പോഴത്തെ ഫസ്റ്റ് ലെസൺ ഒന്ന് വായിച്ചു നോക്കണം. എന്താണ് ആ കവിതയുടെ പേര്? പ്യാരാ ഭാരത വർഷ ഹമാര. ആ, നല്ല മക്കളാണല്ലേ. അപ്പൊ എല്ലാരും വായിക്കല്ലോ. ഇപ്പൊ ആരാ കുറച്ച് സമയം ഒന്ന് വായിക്കുന്നേ? ക്ലാസ് കഴിയാറായി. അതിനു മുന്നേ 1-2 പേരൊന്ന് വായിച്ചാലേ. ഫസ്റ്റ് ആര് തുടങ്ങുന്നത്? ആ, ദേവാഞ്ജൻ. ദേവാഞ്ജൻ തുടങ്ങിക്കോ. ആ, ദേവാഞ്ജനെ വായിച്ചിട്ട് അലിന വായിച്ചോ. ദേവാഞ്ജൻ ഒന്ന് വായിച്ചു കൊടുക്ക് ഫസ്റ്റത്തേത് കുറച്ച്. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. लेसन 1 प्यारा भारत वर्ष हमारा। प्यारा भारत वर्ष हमारा हमको है प्राणों से प्यारा। यहाँ हिमालय खड़ा हुआ है रक्षक बनकर हम सबका। बहदी है जिसकी चोटी से गंगा माम की निर्मल धारा। हिमगिरी के शिखरे से बहते कल कल काटे सुंदर जूने जुनों की मीठी बोली का लगता सबके मन को प्यारा. അലിന വായിച്ചതിന്റെ ബാക്കി. അലിന. ठंडी मीठी हवा जो डोले, वन में काली कोयल बोले पुष्प गंग से हवा भी महगे बहुती मीठी सुंदर धारा। यही हुआ हुए थे राघव सीता गूंजी यहीं पर पावन गीता। मुरलीधर से धन्य हुआ यहाँ यमुना जल और श्याम किनारा. ഓക്കെ, ഇനി സെറ വായിച്ചതിന്റെ ബാക്കി. സെറ റോസ്. ലാസ്റ്റ് 4 ലൈൻസ്. സെറ വായിക്കുന്നില്ലേ? വായിച്ചോ. तन मन धन से भी प्रिय लगता हमको अपना देश एक न्यारा मान पढ़ाए
हम सब इसका हम सब इसका हम सब इसका चमके इसका सबसे इसका भाग्य सितारा. भाग्य सितारा. ഓക്കെ ഓക്കെ ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? എല്ലാവരും അവിടെ ഇതിൽ വായിക്കണേ. Bye, miss. ബൈ. Thank you, miss. ഓക്കെ ബൈ. സീ യു. Thank you, miss. ഓക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളായിട്ട് അടുത്ത ക്ലാസ്സിൽ വാ. എല്ലാവരും വായിക്കണേ ഒരു തവണ. എല്ലാവരും ബാക്കിയുള്ളവരെ ഞാൻ വായിപ്പിക്കും. Okay. കാജൽ എന്തെങ്കിലും കേൾക്കുന്നില്ലേ മോളെ? മിസ് പറഞ്ഞത് കാജലിന് കേൾക്കാമോ? പക്ഷെ കാജല് പറയുന്ന ഒന്നും മിസ്സിന് കേൾക്കുന്നില്ലല്ലോ. ആരോണാ പാട്ട് പാടുന്നത്? മൂളിപ്പാട്ട് പാടുന്നത് ആരോണാ? അല്ലേ? പാട്ട് പാടാൻ സമയം തരാം. കാജല് എന്ന് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല മോളെ മിസ്സിന്. മിസ് പറഞ്ഞാലും കൃത്യമായി കേട്ടോ? എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കേട്ടോ? കേട്ടു അല്ലേ? ദേവപ്രിയ എന്തൊക്കെയാ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ദേവപ്രിയ? സെബക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ മോളെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ. ഇല്ല, അതിന് വിഷമിക്കണ്ട കേട്ടോ. അച്ഛന് വരാൻ സമയമില്ല എന്നിട്ട് അങ്ങനെയാണ് വാങ്ങിത്തരാത്തത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം തൽക്കാലം വായിക്കാൻ വേണ്ടിട്ട് കേട്ടോ. മെഹഫൂസ അവിടുന്ന് ഇങ്ങനെ LKG കുഞ്ഞിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കളിച്ചോട്ടോ. എന്റെ ക്ലാസ്സിലെത്തി, 5ാം ക്ലാസ്സിലെത്തി മെഹഫൂസ. ഇനി കുഞ്ഞിക്കളിയെല്ലാം മാറ്റി UP ക്ലാസ്സിലെത്തി. നമ്മളെ ചെറിയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, നമ്മളിപ്പോ എവിടെ എത്തി? ഒരു പടി മുന്നോട്ട് UP സെക്ഷനായി. കുറച്ചും കൂടി പക്വതയിൽ ഇരിക്കണം, നല്ലോണം പഠിക്കുക, കളിയൊക്കെ മാറ്റുക. അതിന് നേരത്തെ കരയുന്നുണ്ട്, കണ്ണു തിരുമ്മിക്കൊണ്ടുണ്ട്, എന്താണെന്നറിയില്ല. അല്ലാത്തതേ